ഒരു പാത്രത്തിൽ അരി എടുത്ത് അത് എണ്ണി നോക്കാൻ പറ്റുമോ? ഓക്കെ സെറ്റ്. പഠിച്ചോനെ ഇത് വല്ലാത്തൊരു ടാസ്ക് ആയി പോയി. ഞാൻ ഏതായാലും ചെയ്തല്ലേ പറ്റൂ. നമ്മള് ബക്കരുന്ന ഒരു ഗ്ലാസ് ഉപയോഗിച്ചാൽ അരി എടുത്തുകാണ്ടേ പാത്രത്തിൽ ഇങ്ങനെ ആക്കാട്ടോ. പാത്രം അറിയാൻ വേണ്ടിട്ട് എത്ര ഗ്ലാസ് അരി വേണമെന്ന് നോക്കട്ടെ. ഇതാക്കണം 1 2 3 പിന്നെ ഒരു അരിയും കൂടി, അങ്ങനെ 3.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തുക്കേണ്ടത്. അരിയൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കണം. നമുക്ക് എണ്ണിന്റെ പരിപാടിക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് അരിയിൽ എത്ര അരി ഉണ്ട് എണ്ണി നോക്കാം. ഇതാ എണ്ണിക്കോ 1 2 3. ഇത് എണ്ണി കൈമോത്തിനുണ്ട്. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. മക്കളെ +2 കണ്ട് ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളെ സഹായിക്കാനേ നമ്മളുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്? MBBS, BDS, ഫാർമസി, ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, ഇനിയിപ്പോ മെഡിക്കൽ അല്ലാത്ത കോഴ്സാണ് എഞ്ചിനീയറിംഗ്, BBA, BCom, ഏത് കോഴ്സാണെങ്കിലും കേരളത്തിന്റെ പുറത്തും കേരളത്തിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഏതെങ്കിലും ആപ്പൂപ്പ് കോളേജോട് നല്ലത് പറഞ്ഞുതരും. നല്ല യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന നല്ല അടിപൊളി കോളേജുകൾ നമ്മൾ പറഞ്ഞുതരുന്ന നല്ല അടിപൊളി കോളേജുകൾ. ഇതിൽ നിങ്ങൾക്ക് ഏത് കോളേജ് വേണ്ടെന്ന് സെലക്ട് ചെയ്തുകൊണ്ട് എടുക്കാം. നിങ്ങൾക്ക് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാകും ഇതിന്റെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ, ഇതിലാണ് മെസ്സേജ് ഇടുക. എല്ലാ കാര്യങ്ങളും A to Z ആണ് പറഞ്ഞു. പിന്നെ നമ്മൾ എണ്ണി നിർത്തിയത് 6812 കേട്ടോ. കുറച്ചായിരിക്കും കൂടെ ഉള്ളൂ. അതുണ്ടല്ലോ ക്ലാസ് ഉണ്ടാ ബുദ്ധിമുട്ടായി നമ്മൾ കയ്യിലെടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മാത്തമാറ്റിക്സ് സെറ്റിൽ ചെയ്യാം. 24 40 48 48 42 4 35 35 6 64 64 4 40. അങ്ങനെ എണ്ണി കഴിഞ്ഞിട്ട് ടോട്ടൽ ഇതിൽ 10,426. നമ്മൾ എടുത്തത് 3.5 ഗ്ലാസ് അരി. അപ്പൊ 10,426 ഗുണം 3.5 ചെയ്താൽ 36,491 അരി. കമന്റ് ഇട്ട ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വന്നുകൊണ്ട് എണ്ണിയൊക്കെ അരി ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ എന്ത് ടാസ്ക് ചെയ്യുന്നവർക്കും ടാറ്റാ ബൈ.